എല്ലാവർക്കും AJ ഇലക്ട്രിക് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള PLC, HMI, VFD ഇതിന്റെ കൺട്രോൾ വയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കുറെ ക്ലാസ്സുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് നോക്കുന്നത് VFD പറ്റിയാണ്. VFDയുടെ നെയിം പ്ലേറ്റ്സ് എങ്ങനെ നമുക്ക് നോക്കാം, അതുപോലെ ഡിസ്പ്ലേ ന്യൂമറിക്, അതുപോലെ കീപാഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ അതിനകത്ത് കുറെ ഇൻപുട്സ് വയറിങ്ങുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് എന്താണ് കൺട്രോൾ വയറിംഗ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. അതുപോലെ പുതുതായിട്ടൊരു VFD നിങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന രീതിയിലുള്ള ഒരു യൂസർ മാനുവൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിനകത്ത് അതിന്റെ കംപ്ലീറ്റ് കൺട്രോൾ വയറിങ്ങും അതുപോലെ സർക്യൂട്ട്സ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ പ്രോഗ്രാം ചെയ്യാനുള്ള പാരാമീറ്റേഴ്സ് ഉണ്ട്, അതുപോലെ എന്തെങ്കിലും പ്രോബ്ലംസ് വരുവാണെങ്കിൽ ഫൈൻഡ് ഔട്ട് ആൻഡ് ട്രബിൾ ഷൂട്ട് ചെയ്യാനുള്ള അലാറം കോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് നോക്കിയിട്ട് ഈസി ആയിട്ട് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ ഇത് നമ്മൾ നോക്കുന്നത് മെയിൻ ആയിട്ട് ഈ VFDയുടെ നെയിം പ്ലേറ്റ്സ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഈസി ആയിട്ട് ഇൻപുട്ട് വോൾട്ടേജും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റണം. എങ്ങനെയാണ് നെയിം പ്ലേറ്റ്സിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എങ്ങനെയാണ് ഇതിന്റെ കൺട്രോൾ വയറിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫുൾ സെറ്റപ്പ്, അതായത് വയറിംഗ് ഇൻപുട്സ് ടെർമിനൽ എന്തൊക്കെയാണ് എന്ന് മാത്രം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുകയാണ്. അതുപോലെ PLC, HMI, VFD ഇതിന്റെയൊക്കെ ഒരുപാട് പ്ലേലിസ്റ്റുകൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വൺ ബൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്ലാസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവത്തുള്ളൂ. ഇപ്പൊ നമ്മൾ PLC ചെയ്യണമെന്നുണ്ടെങ്കിൽ VFD നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ VFD ആദ്യം പ്രോഗ്രാം ചെയ്യാൻ പഠിക്കണം. അപ്പൊ അതാണ് ഞാനൊരു ഡെൽറ്റ VFDA എന്ന് പറഞ്ഞ പ്ലേ ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് നിങ്ങൾ വാച്ച് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇതൊരു 1 HP ഒരു VFD ആണ്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു നെയിം പ്ലേറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നെയിം പ്ലേറ്റ്സ് നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഇൻപുട്ട് വോൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻപുട്ട് സപ്ലൈ, അതുപോലെ നോർമൽ ഡ്യൂട്ടി ആണോ ഹെവി ഡ്യൂട്ടി ആണോ അതിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാംസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ഔട്ട്പുട്ട് പവർ, ഹെഡ്സ്, അതുപോലെ ഫ്രീക്വൻസി, റേഞ്ച്, വേർഷൻ, അതുപോലെ മോഡൽ നമ്പർ കാണാൻ പറ്റും, സീരിയൽ നമ്പറൊക്കെ കാണാൻ പറ്റും. ഈ മോഡൽ നമ്പറിലൊക്കെ ഓരോ നമ്പറിനും ലെറ്റേഴ്സിനും ഓരോ ഇതുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഞാൻ സൈഡിൽ കാണിക്കാം. ആ ഒരു ഷീറ്റ് നമുക്ക് നോക്കുവാണെങ്കിൽ, ആ ഒരു കാറ്റലോഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മോഡൽ നമ്പർ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, സീരിയൽ നമ്പർ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെൽറ്റ MS300 സീരീസിൻ്റെ VFD. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, അതായത് ഡെൽറ്റ ഇതിൻ്റെ അതുപോലെ റൺ ഇൻഡിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫോർവേഡ്, റിവേഴ്സ്, അതുപോലെ സ്റ്റോപ്പ്. ഇതൊരു ഇംബിൾഡ് ടൈപ്പ് PLCയും കൂടി ഇതിനകത്ത് വരുന്നുണ്ട് ഈ VFDക്കകത്ത്. അതുപോലെ നമുക്ക് ഇതുപോലെ പൊട്ടൻഷ്യോമീറ്റർ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഒരു നോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ റൺ പ്രസ് ചെയ്യണം, റൺ നമുക്ക് ലോക്കലി ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റണ്ണ് സ്റ്റോപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും അലാറംസ് വരുവാണെന്ന് നമുക്ക് ഈ റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അലാറം റീസെറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ പ്രോഗ്രാംസ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്ന വേണ്ടി 2 ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മോഡ്, അതുപോലെ എൻ്റർ, നമുക്ക് പ്രോഗ്രാംസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ പ്രോഗ്രാം പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് എൻ്റർ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാം ലോഡ് ആവുന്നതായിരിക്കും. അതുപോലെ കവർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റും ഒരുപാട് ടെർമിനൽസ് ഉണ്ട്. അതുപോലെ പവർ ഇൻപുട്ടും അതായത് ഇൻപുട്ട്, അതായത് 3 ഫേസ് ആണെങ്കിൽ നമുക്ക് 3 ലൈൻ RYB ഇവിടെ കണക്ട് ചെയ്യാം. മോട്ടറിലേക്കുള്ള കണക്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ബ്രേക്ക് റെസിസ്റ്ററും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം, DC ബ്രേക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതുപോലെ M1, M2 എന്ന് പറഞ്ഞ ഒരുപാട് DC1, DFM, അതുപോലെ 24 വോൾട്ട്. നമുക്കിതൊരു SMPS ആയിട്ട് നമുക്ക് ഇതിന് 24 വോൾട്ട് സപ്ലൈ എടുക്കാവുന്നതാണ്. അതുപോലെ ഇതൊക്കെ എന്തിനാണ് ഈ ടെർമിനൽസ് ഉപയോഗിക്കുന്നത്, അതുപോലെ മുകളിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് പ്രോഗ്രാം ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കേബിൾ ത്രൂ നമുക്ക് എന്ത് ചെയ്യാം, പോർട്ട് ത്രൂ നമുക്ക് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പ്രോഗ്രാം എൻ്റർ ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മോഡ് മാനുവലി നമുക്ക് പ്രോഗ്രാംസ് ലോഡ് ചെയ്യുന്നതാണ്. ഇതുപോലെ ഒരു റിലേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻപുട്ട് ഔട്ട്പുട്ട് എന്തെങ്കിലും ലൈറ്റ് ഇൻഡിക്കേഷൻ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഒരുപാട് ടെർമിനൽസ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ടെർമിനൽസും എന്താണെന്നൊക്കെ നമുക്ക് നോക്കണം. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ VFD പറ്റി. അപ്പോൾ ഈ ഒരു വയറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി, അതായത് പ്രോഗ്രാം ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈസി ആയിട്ട് മനസ്സിലാവും ഓരോ ടെർമിനൽസും എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന്. അതുപോലെ കവറിൻ്റെ പുറകിലും നമ്മുടെ ഈ ടെർമിനൽസ്, ചെറിയ ടെർമിനൽസിനൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പ്രോപ്പറായിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വയറിങ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് കമ്മ്യൂണിക്കേഷന് SG+, SG- ഇതൊക്കെ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എങ്ങനെ HMIയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ മോഡ്സ് ആണ് ഇതിനകത്ത് വരുന്നത്, എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം ലോഡ് ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. അതുപോലെ ഇതൊരു സിംഗിൾ ഫേസ് ഡ്രൈവ് ആണ്. അപ്പോൾ നമുക്ക് നെയിം പ്ലേറ്റ് കണ്ടാൽ അറിയാൻ പറ്റും, അതായത് R ഉം S ഉം. ഈ എന്നാണ് RYB സാധാരണ 3 ഫേസ് ആണെങ്കിൽ 3 ഫേസ് ലൈനാണ് നമ്മളിവിടെ കണക്ട് ചെയ്യാറ്. ഇത് എൻ്റെ സിംഗിൾ ഫേസ് ഡ്രൈവ് ആയതുകൊണ്ട് ഒരു ഫേസ് ലൈനും അതുപോലെ ഒരു ന്യൂട്രൽ ലൈനും ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ടെർമിനൽ സാധാരണ എംറ്റി സ്പേസ് ആയിരിക്കും, ടെർമിനൽസ് ഉണ്ടാവില്ല. അതുപോലെ
ഔട്ട്പുട്ട് ടെർമിനൽ എന്ന് പറയുന്നത് UVW, അതായത് മോട്ടറിലേക്കുള്ള 3 ടെർമിനൽസ് ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 3 ഫേസ് 220 മോഡിലേക്ക് നമ്മൾ ഒന്നുകിൽ ലിങ്ക്, അതുപോലെ നിങ്ങൾക്ക് അറിയാൻ പറ്റും സ്റ്റാർ ഡെൽറ്റ ചെയ്യുന്നത് പോലെ സ്റ്റാറും ഡെൽറ്റ, അത് വോൾട്ടേജിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ മോട്ടറിൻ്റെ ടെർമിനൽസ് ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ എൻ്റെ 220 വോൾട്ട് 3 ഫേസിലേക്ക് ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു മോട്ടർ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻപുട്ട് സപ്ലൈയും അതുപോലെ ഒരു ഔട്ട്പുട്ട് സപ്ലൈ, അതായത് മോട്ടറിലേക്ക് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പവർ ഒന്ന് ഓൺ ചെയ്ത് നോക്കിയാലോ. പവർ ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും ഇതുപോലെ ഒരു ഫ്രീക്വൻസി. ഇതിനെ നമ്മൾ ഫ്രീക്വൻസി ഹെഡ്സ് അതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ 15 ഹെഡ്സ് ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ഫ്രീക്വൻസിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ മോട്ടറിൻ്റെ സ്പീഡ് റെഡ്യൂസ് ആവുന്നതും അതുപോലെ ഇൻക്രീസ് ആവുന്നതും. അതുപോലെ നിങ്ങൾക്കിവിടെ റൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കാണിക്കാം. അതുപോലെ ഇവിടെ റൺ ഇൻഡിക്കേഷൻ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, എൻ്റെ മോട്ടർ റൺ ആവുന്നുണ്ട്. അതുപോലെ സ്പീഡ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സ്ലോ സ്പീഡിൽ സ്ലോ സ്പീഡിലാണ് ഇപ്പോൾ ഇത് ഓടുന്നത്. അതുപോലെ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ സ്റ്റോപ്പ് ആവും. അടുത്തത് നമുക്ക് മോഡ് ഒന്ന് പ്രസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഓരോ മോഡിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ മാറുന്നതായിരിക്കും. ഓക്കെ, അതിനനുസരിച്ച് നമുക്ക് ഇപ്പോൾ മോട്ടോർ റൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എടുക്കുന്ന ലോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, എത്ര ആംപിയർ ആണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഫോർവേഡിലേക്കാണ് കറങ്ങുന്നത്. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും, അതിൻ്റെ മോട്ടോർ ഇപ്പോൾ ഒരു ഡയറക്ഷനിലേക്കാണ് കറങ്ങുന്നതെങ്കിൽ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. അതിനെ ചേഞ്ച് ചെയ്യാനായിട്ട് ജസ്റ്റ് റിവേഴ്സ് പ്രസ് ചെയ്ത് ഇപ്പോൾ കാണാൻ പറ്റും, അത് ഓപ്പോസിറ്റ് ആയിട്ടാണ് കറങ്ങുന്നത്. അതുപോലെ അടുത്ത ഒരു മോഡ് എന്ന് പറയുന്നത് PLC എന്ന് പറയുന്നത്, ഇത് നമ്മൾ PLCയിലേക്ക് പോകേണ്ട, ഇമ്പിൾഡ് ആയിട്ട് നമുക്ക് എന്ത് പ്രോഗ്രാം ചെയ്യാം PLCയിലേക്ക്. അതായത് നമുക്ക് പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന മോഡിലേക്ക് പോയതിനു ശേഷം ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഗ്രൂപ്പ് കാണാൻ പറ്റും. ഈ 00 എന്ന് പറയുന്നത് ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട്. ഓക്കെ, 1 എന്ന് പറഞ്ഞ ഗ്രൂപ്പ്, 2, 3 അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. എത്ര ഗ്രൂപ്പ്സ്? 9, 10, 11, 12. ഇത് ഓരോ ഗ്രൂപ്പ്സിനും, അതായത് 14 ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ ഗ്രൂപ്പ്സിനും അതിൻ്റേതായ പാരാമീറ്റേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ജസ്റ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം ഇത് നമ്മുടെ പ്രോഗ്രാം പാരാമീറ്റേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, അവിടുത്തെ വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഈ 001 എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അതിനാണ് നമുക്ക് യൂസർ മാനുവൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അതിനായിട്ട് നോക്കുന്നില്ല. ഇപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡ്രൈവ്സിൻ്റെ കൺട്രോൾ വയറിങ്ങും അതുപോലെ എന്തൊക്കെയാണ് മോഡും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇൻപുട്സും ഔട്ട്പുട്സ്, അതുപോലെ ടെർമിനൽസ് കൺട്രോൾ വയറിങ്, അതുപോലെ നെയിം പ്ലേറ്റ്സ്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ബേസിക് കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത വീഡിയോസ്, അതായത് എങ്ങനെ പ്രോഗ്രാം ചെയ്ത് തുടങ്ങാം, അതായത് ഒരുപാട് പ്രോഗ്രാംസുകൾ വരുന്നുണ്ട്. അപ്പം ഒരു 5-6 പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പുഷ് ബട്ടണും അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും ഓരോ ടെർമിനൽസും എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഇപ്പം ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയെന്നുള്ളൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് കാണാം.